ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ. സാധാരണ എല്ലാവരും നൈറ്റി ബിറ്റൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഫ്രോക്ക് തയ്ക്കാറ്. ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു നൈറ്റി വെച്ചിട്ടാണ് കേട്ടോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അടിയിൽ അത്യാവശ്യത്തിന് നല്ല ഫ്രില്ലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നേവി കളറിൽ വൈറ്റ് ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിന് വരുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അതൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇറക്കം വേണ്ടത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ചിൽ ഞാൻ ഇവിടെ 33 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് പോവും. പിന്നെ ബാക്കി വരുന്ന 10 ഇഞ്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരേ അളവിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ബാക്ക് പീസ് ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 6 ഇഞ്ച് ഇറക്കവും അതേപോലെ തന്നെ 3 ഇഞ്ച് വീതിയാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മേലെയും താഴെയും ഇതേപോലെ കറക്റ്റായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് യു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ 3.5 ഇഞ്ചാണ്, അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി 7 ഇഞ്ചാണ് എടുക്കുന്നത്, അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു മൂലയ്ക്കാണ് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കർവ് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 34 ഇഞ്ചിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ചെസ്റ്റ് വരുന്നത് 9 ഇഞ്ചും അതേപോലെ തന്നെ ഷേപ്പിൻ്റെ അവിടെ വരുന്നത് 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് ഞാനൊരു 9.5-10 ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള തുണി വെട്ടിക്കളയാണ്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ആ ഡോട്ട്സൊക്കെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ നമ്മുടെ ആം ഹോളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ബാക്ക് പോർഷൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ടിൽ എനിക്ക് ഈ ഒരു നെക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ നെക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് ഞാൻ എടുക്കുന്നത് നെറ്റിൻ്റെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഇതിന് ബ്ലൂ കളർ ഇതിന് മാച്ച് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതായാലും എടുക്കാവുന്നതാണ്. അളവൊക്കെ ഇതേപോലെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നീളവും വീതിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ലൈനിങ്ങും വൈറ്റ് കളറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. നമുക്ക് അടിയിൽ വെക്കാനുള്ള ഫ്രില്ലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 പീസ് ഇതേപോലെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കുമ്പോൾ 21.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് അടിയിൽ ഓൾറെഡി മടക്കിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മേലത്തെ പീസ് ഞാൻ 11 ഇഞ്ചിലും അടിയിൽ 10.5 ഇഞ്ചിലാണ് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് ടോട്ടലായിട്ടുള്ളത് 4 പീസാണ് കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് സ്ലീവ്സ് ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഓൾറെഡി ഈ നൈറ്റിയിലുള്ള സ്ലീവ്സ് വളരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് എന്തായാലും എത്തില്ല. അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെന്ന് ഒരു പീസ് ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുക 8.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഒരു തുണി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു നോർമൽ ആ ഒരു നൈറ്റിയിൽ ഉണ്ടായിരുന്ന സ്ലീവ് ഇതേപോലെ 2ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മേലേന്ന് ഇതേപോലെ 3 ഇഞ്ചും അതേപോലെ തന്നെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് 3 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ലീവ്സ് വരയ്ക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ മേലത്തെ ഡോട്ടിൽ നിന്നും താഴത്തെ ഈ ഒരു ഡോട്ടിലേക്ക് ഇതേപോലെ ഒരു ആർ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്നും കൂടി കുഴിച്ച് വരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി അടിയിൽ 4.5 ഇഞ്ചും എക്സ്ട്രാ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സൈഡിൽ ജോയിൻ ചെയ്ത പീസ് ഒരു 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനും ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായ ആ ഒരു സ്ലീവ്സിൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ.
നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നെറ്റിൻ്റെ ഫാബ്രിക്കും അതേപോലെ തന്നെ ആ ഒരു ലൈനിങ്ങും കൂടി ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ നീളം 6 ഇഞ്ചും വീതി ഇതേപോലെ 3 ഇഞ്ചും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേലെയും താഴെ ഇതേപോലെ 3 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ആം ഹോളും ഇതിൻ്റെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ഇതേപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്വയർ നെക്കിൻ്റെ കോർണറൊക്കെ ഇതേപോലെ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ ഇതേ ഫുൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഈ ലൈനിങ് വെട്ടിയ ആ ഒരു ഗ്യാപ്പ് ഇതുപോലെ നമുക്ക് വീണ്ടും 1/2 ഇഞ്ചിലോ അല്ലെങ്കിൽ 1 ഇഞ്ചിൽ ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി നമ്മുടെ നെക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ഇതിൻ്റെ ചീത്ത വശത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു നെക്കിൻ്റെ സൈഡ് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. ലൈനിങ് ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് നന്നായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദേ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ രണ്ടാക്കിയിട്ടൊന്ന് മടക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിവശം വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെമ്മിങ് ആയാലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ദേ നമ്മുടെ നെക്കൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു നോച്ച് വരുന്ന ഭാഗം വരെ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു സൂചി തിരിച്ചതിന് ശേഷം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് 2 സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സ്ലീവ്സും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഷോൾഡറിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 തവണയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ ദേ 2 ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഇതിൻ്റെ മേലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു വശം അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു തുണി തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 2 സ്ലീവ്സും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഈ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചീത്ത വശത്തേക്കായിട്ടൊന്ന് മറിച്ചെടുക്കുക. അപ്പോൾ ചെസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ 9 ഇഞ്ചും ഷേപ്പിൻ്റെ അവിടെ 7.5 ഇഞ്ചും പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ ഒരു 10 ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആ ഒരു ഭാഗത്ത് ലൂസായിട്ട് കിടക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഡോട്ട്സൊക്കെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവ്സ് നമുക്ക് 4.5 ഇഞ്ചാണ്. ആ ഒരു പോർഷനും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു 9 ഇഞ്ച് വരച്ച ആ ഒരു ചെസ്റ്റിൻ്റെ അവിടേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ജോയിൻ ചെയ്തതിന് ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിതിൽ ഫ്രിൽസ് ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്രിൽസിനായിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തുണിയൊക്കെ ഇതേപോലെ സൈഡ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ടോപ്പിൻ്റെ വീതി വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഫ്രിൽസ് ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ഈ ഫ്രില്ല് ചെയ്തത് കൂടി ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നോക്കുമ്പോൾ നെക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു ലേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് എന്താണെന്നുള്ളത് കാണാം. നെക്ക് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് ലേസൊക്കെ വെച്ചതിന് ശേഷമായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു ലേസിൽ നിന്ന് ഫ്ലവേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബീഡ്സ് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് കേട്ടോ
നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന ഡിസൈന് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് അടിയിൽ നല്ല ഫ്ലയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റിൽ ഈ ഒരു നേവി ബ്ലൂ ലേസും ആ ഒരു വർക്കൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ്സ് ഇത് ഇത്രയാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത്. പഫ് സ്ലീവ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. സാധാരണ എല്ലാവരും നൈറ്റിയുടെ ബിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതുപോലെ ഫ്രോക്കൊക്കെ തയ്ക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നൈറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെ ഞാൻ 2 ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.